السلام عليكم ورحمة الله وبركاته. مختصر 42. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه. وأنكره السكاكي ذاهبا إلى أن ما مر استعارة بالكناية على أن المراد بالربيع الفاعل الحقيقي بقرينة نسبة الإنباط إليه، وعلى هذا القياس غيره. وأنكره أي المجاز العقلية، മജാസ് അഖ്ലിയിനെ നിഷേധിച്ചിരിക്കുന്നു. അസക്കാക്കിയു, സക്കാക്കി എന്നവർ നിഷേധിച്ചിരിക്കുന്നു. മജാസ് അഖ്ലി എന്ന ഒന്നില്ല എന്നാണ് ആര് പറയുന്നത്? സക്കാക്കി എന്നവർ പറയുന്നത്. അതായത് മജാസ് അഖ്ലി ഉണ്ട് എന്ന് പറയുന്നവർ ഗൈറു മാഹുവലഹുവിലേക്ക് ഇസ്നാദ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അവിടെയെല്ലാം മാഹുവലഹുവിലേക്ക് തന്നെയാണ് ഇസ്നാദ്, ഗൈറു മാഹുവലഹുവിലേക്കല്ല എന്നാണ് സക്കാക്കി എന്നവരുടെ വാദം. അമ്പത്ത റബീഉൽ ബഖല, ഈ റബീ ഹഖീഖിയായ ഫായിൽ തന്നെയാണ് എന്നാണ്. അതുപോലെയുള്ള മജാസ് അഖ്ലി ഉണ്ട് എന്ന് പറയുന്നവരുടെ അടുക്കൽ ആ മജാസിയായ ഫായില് എല്ലാം സക്കാക്കി എന്നവരുടെ അടുക്കൽ ഹഖീഖിയായ ഫായിലാണ്. വഅൻകറഹു അയ്യൽ മജാസൽ അഖ്ലിയ, മജാസ് അഖ്ലിയിനെ ഇൻകാർ ചെയ്തിട്ടുണ്ട് അസക്കാക്കിയു, സക്കാക്കി. വഖാല, സക്കാക്കി പറഞ്ഞു, അല്ലദീ ഇൻദി നളുമുഹു ഫീ സിൽക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി. വഖാല, സക്കാക്കി പറഞ്ഞു, അല്ലദീ ഇൻദി, എന്റെ അടുക്കൽ ഉള്ള കാര്യം, നളുമുഹു, ഈ മജാസ് അഖ്ലിയിനെ കോർക്കലാണ്, അതിനെ കോർക്കലാണ്, ഫീ സിൽക്കിൽ ഇസ്തിആറത്തി ബിൽ കിനായത്തി, ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ കോർക്കലാണ്. അപ്പോൾ മജാസ് അഖ്ലി എന്ന് മജാസ് അഖ്ലി ഉണ്ട് എന്ന് പറയുന്നവരുടെ അടുക്കലുള്ള മജാസ് അഖ്ലി മുഴുവനും സക്കാക്കിയുടെ അടുക്കൽ ഇസ്തിആറത്ത് ബിൽ കിനായത്താണ്. ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ കോർക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഇസ്തിആറത്ത് ബിൽ കിനായത്ത് എന്ന് പറഞ്ഞോടത്ത് ഒരു ഇസ്തിആറത്ത് ബിൽ കിനായത്തുണ്ട്. ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇസ്തിആറത്ത് ബിൽ കിനായത്ത് എന്ന ലഫ്ളിനെ ഒരു മുത്തിനോട് തശ്ബീഹാക്കിയിട്ട് ആ മുശബ്ബഹ് ബിഹിനെ പറയാതെ മുശബ്ബഹിനെ മാത്രം പറഞ്ഞു. മുശബ്ബഹിന്റെ മുശബ്ബഹ് ബിഹിന്റെ ലവാസിമായ ചരടും പറഞ്ഞു. മുശബ്ബഹ് ബിഹി മുത്താണ്, മുത്ത്. ഈ മുത്തിനോട് മുസാവിയാണെന്ത്? മുത്തിനിക്ക് ലാസിമായ കാര്യമാണല്ലോ ചരട്. അതാണ് നെളുമ് എന്ന് പറഞ്ഞത്. പിന്നെ അല്ല, നെളുമല്ല, സിൽക്കാണ്, നൂല്, ചരട്. ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ കോർക്കലാണ്. അപ്പൊ ഇസ്തിആറത്ത് ബിൽ കിനായത്തിന്റെ ചരട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നൂലിൽ കോർക്കലാണെന്ന് പറഞ്ഞാൽ, ഇസ്തിആറത്ത് ബിൽ കിനായത്ത് എന്ന ലഫ്ളിൽ ഒരു ഇസ്തിആറത്ത് ബിൽ കിനായത്തുണ്ട്. അതായത് ഇസ്തിആറത്ത് ബിൽ കിനായത്തിനെ ഒരു മുത്തിനോട് തശ്ബീഹാക്കി മുശബ്ബഹ് ബിഹിയെ പറയാതെ മുശബ്ബഹിനെ മാത്രം പറഞ്ഞിട്ട് തശ്ബീഹാക്കി എന്നതിനുള്ള കരീനത്ത് മുശബ്ബഹ് ബിഹിന്റെ ലാസിമായ സിൽക്കിനെ പറഞ്ഞു. അത് ഇസ്തിആറത്ത് തഹീലിയത്ത്. ആ സിൽക്കിനെ പറയലും അതിനെ
അതിനെ ഇതിലേക്ക് സുബൂത്താക്കലും ഇസ്തിആത്ത് ബിൽ കിനായത്തിലേക്ക് സുബൂത്താക്കലും. പിന്നെ നദ്മ് എന്ന് പറഞ്ഞാൽ മുശബ്ബഹ് ബിഹിയുടെ മുലായിമാണ്. അത് ഇസ്തിആത്ത് തർശീഹുമാണ്. മുബാലഗത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇസ്തിആത്ത് ബിൽ കിനായത്ത് എന്ന് പറഞ്ഞോടത്ത് ഷാരിഹ് എന്ത് ചെയ്തു? ഒരു ഇസ്തിആത്ത് ബിൽ കിനായത്ത് എന്ന പ്രയോഗം നടത്തി. മറ്റേ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്ത്? ഫസാബികൻ സിബുഹു ബിഫിഇലിൻ ഉദ്മിറ ഹത്മൻ മുവാഫിഖിൻ ലിമാ ഖദ് ഉദ്ഹിറാ. ഇസ്തിആല് വാബില് രണ്ടാമത്തെ ബൈത്താണത്. ഫസാബിക്ക, സാബിക്കായ ഇസ്മിനിക്ക് ഇൻസിബിനി നസ്ബ് ചെയ്തോ ഹു, ആ സാബിക്കായ ഇസ്മിനിക്ക് ബിഫീലിൻ ഉദ്മിറ, മറക്കപ്പെട്ട ഫീല് കൊണ്ട്. ഇവിടെ ഫസാബിക്ക നസ്ബുഹു എന്ന് പറഞ്ഞോടത്ത് തന്നെ ഒരു ഇസ്തിആല് വാബുണ്ട്. അത് സാബിക്ക ഇസ്മും സാബിക്കായ ലഫ്ളാണ്. ആ ഫസാബിക്ക എന്ന് പറഞ്ഞ ആ ലഫ്ള് അത് സാബിക്കായ ഇസ്മാണ്. ആ സാബിക്ക ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. അപ്പൊ സാബിക്ക ഇസ്മിനെ സാബിക്ക് എന്ന ലഫ്ളായിട്ട് തന്നെ ഇബ്നു മാലിക് തങ്ങൾ കൊണ്ടുവന്നല്ലോ. അതൊക്കെ മുസന്നിഫീങ്ങളുടെ ഒരു കഴിവാണത്. ഫസാബിക്കൻ സിബുഹു ബിഫിഇലിൻ ഉദ്മിറ ഹത്മൻ മുവാഫിഖിൻ ലിമാ ഖദ് ഉദ്ഹിറാ. ഫസാബിക്ക, സാബിക്ക ഇസ്മിനിക്ക് ഇൻസിബിനെ നസ്ബ് ചെയ്തോ ഹു, സാബിക്ക ഇസ്മിനിക്ക്. ഇതൊരു ഇസ്തിആല് ബാബാണ്. ഇവിടെ സാബിക്ക ഇസ്മേതാ? അസാബിക്ക എന്ന് പറഞ്ഞത് തന്നെ കണ്ടോ. അപ്പൊ സാബിക്ക ഇസ്മ് തന്നെ സാബിക്ക എന്ന് പറഞ്ഞ ലഫ്ള് തന്നെയായി. അത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇസ്തിആത്ത് ബിൽ കിനായത്തിൽ എന്നുണ്ട്. ഒരു ഇസ്തിആത്ത് ബിൽ കിനായത്തുണ്ട്. ഇസ്തിആത്ത് ബിൽ കിനായത്തിനെ ഒരു മുത്തിനോട് തശ്ബീഹാക്കിയിട്ട് മുത്തിന്റെ ലാസിമായ സിൽക്കിനെ പറഞ്ഞു. ആ സിൽക്കിനെ സുബൂത്താക്കി ആർക്ക്? മുശബ്ബഹായ ഇസ്തിആത്ത് ബിൽ കിനായത്തിലേക്ക്. അത് തഖീലിയത്തുമാണ്. അപ്പോൾ സക്കാക്കി എന്നവർ എല്ലാ മജാസ് അഖ്ലിയിനെയും ഇസ്തിആത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ കോർത്തു. വക്കാല, സക്കാക്കി പറഞ്ഞു, അല്ലദീ ഇന്ദി, എന്റെ അടുക്കലുള്ളത്, നളുമുഹു, അതിനെ പ്രവേശിപ്പിക്കലാണ്, അതിനെ കോർക്കലാണ്. എവിടെ? ഫീ സിൽക്കിൽ ഇസ്തിആത്ത് ബിൽ കിനായത്തി, ഇസ്തിആത്ത് ബിൽ കിനായത്തിന്റെ ഫീ സിൽക്കിൽ ഇസ്തിആത്ത് ബിൽ കിനായത്തി, ഇസ്തിആത്ത് ബിൽ കിനായത്തിന്റെ ചരടിൽ അതിനെ കോർക്കലാണ് എന്ന് പറഞ്ഞാൽ ഇസ്തിആത്ത് ബിൽ കിനായത്താക്കലാണ്. അതെങ്ങനെ? ബിജഇലി റബീഇ, അമ്പത്തർ റബീഉൽ ബക്കല എന്ന ഉദാഹരണം മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ ബിജഇലി റബീഇ, റബീഇനെ ആക്കലുകൊണ്ട് ഇസ്തിആർത്തം ബിൽ കിനായത്തി, അതിനെ ഇസ്തിആർത്തം ബിൽ കിനായത്താക്ക. എന്തിനെ തൊട്ട്? അനിൽ ഫാഇലിൽ ഹഖീഖി, ഹഖീഖിയായ ഫാഇലിനെ തൊട്ട് എന്താക്കുക? ഇസ്തിആർത്തം ബിൽ കിനായത്താക്കുക. ഹഖീഖിയായ ഫാഇൽ അല്ലാഹു, ഹഖീഖിയായ ഫാഇൽ അല്ലാഹു ആണ്. അമ്പത്തർ റബീഉൽ ബക്കല എന്ന് പറഞ്ഞു കൊടുത്ത് ആ ഹഖീഖിയായ ഫാഇലിൽ നിന്ന് ഹഖീഖിയായ ഫാഇലിന് ഉപയോഗിക്കുന്ന അല്ലാഹു എന്ന ലഫ്ളിനെ റബീഇന് വേണ്ടി വായ്പ വാങ്ങി. അപ്പൊ റബീഇ മുസ്തആറു ലഹു, അല്ലാഹു എന്ന ലഫ്ള് മുസ്തആർ. ആരിൽ നിന്ന വായ്പ വാങ്ങിയത്? ഖാദിർ മുഖ്താറിൽ നിന്ന്, അതായത് ഹഖീഖിയായ ഫാഇലിൽ നിന്ന്. അപ്പൊ വാജിബുൽ വജൂദിന്റെ ഇസ്മായ അല്ലാഹു എന്ന ലഫ്ളിനെ ആർക്ക് വായ്പ വാങ്ങി? റബീഇന് വായ്പ വാങ്ങി. എന്നിട്ട് റബീഇന് വേണ്ടി അല്ലാഹു എന്ന ലഫ്ളിനെ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. വായ്പ വാങ്ങിയിട്ട് ആ മുശബ്ബഹ് ബിഹിനെ പറഞ്ഞിട്ടില്ല, മുശബ്ബഹിനെ പറഞ്ഞു. മുശബ്ബഹ് ഏതാണ്? റബീഇ. റബീഇനെ അള്ളാഹുവിനോട് തശ്ബീഹാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജിൻസിൽപ്പെട്ടതാണ്. റബീഇ അള്ളാഹുവിന്റെ ഫർദിൽപ്പെട്ടതാണ്. റബീഇ എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് എന്നർത്ഥം.
അതാണ് പറയുന്നത് ഇവിടെ ബിവാസിത്തത്തിൽ മുബാലഗത്തി ഫി തശ്ബീഹി, തശ്ബീഹിലുള്ള മുബാലഗത്ത് വാസിത്തയാവലുകൊണ്ട്. തശ്ബീഹിൽ മുബാലഗത്ത് വാസിത്തയാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മുശബ്ബഹ് മുശബ്ബഹിന്റെ ജാതിയിൽപ്പെട്ടതാണെന്ന് വാദിക്കാം. സെയ്ദ് അസദ് തന്നെയാണെന്ന് വാദിക്കും പോലെ അത് സെയ്ദുൻ അസദുൻ. സെയ്ദ് ഞാൻ റഅയ്തു അസദൻ, ഒരു അസദിനെ കണ്ടു. ആരെ കണ്ടത്? സെയ്ദിനെ. സെയ്ദ് അസദ് തന്നെയാണെന്നത് ഒരു വാദം അവിടെ ഉണ്ട്. എന്നതുപോലെ റബീ ആര് തന്നെയാണ്? അല്ലാഹു തന്നെയാണ് എന്ന് ആ മുബാലഗത്തിന്റെ വാസിത്ത കൊണ്ടിട്ടാണ് എന്ത് ഹക്കീക്കിയ ഫായിലിനെ തൊട്ട് ഇസ്തിആറത്ത് ബിൽ കിനായത്താക്കിയത് റബി എന്ന ലഫ്ദിനെ. എന്ന് പറഞ്ഞാല് റബി എന്താണ്? ഖാദിർ മുഖ്താറിന്റെ ഫർദിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ റബി എന്ന് പറഞ്ഞത് ഇവിടെ അല്ലാഹു ആണ് എന്നർത്ഥം. വജഇലി നിസ്ബത്തിൽ ഇംബാത്തി ഇലൈഹി, ഹക്കീക്കിയ ഫായിലിനെ തൊട്ട് ഇസ്തിആറത്തും ബിൽ കിനായത്താക്കുക. അതിനെ തൊട്ട്, അതായത് ഹക്കീക്കിയ ഫായിലിനെ വായ്പ, ഫായിലിന്റെ ലഫ്ദിനെ വായ്പ വാങ്ങി ആർക്ക്? ഈ സമാൻ, അല്ലെങ്കിൽ മത്തർ, അല്ലെങ്കിൽ വസന്തകാലം, അല്ലെങ്കിൽ മഴ, ഈ മഴയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ വസന്തകാലത്തിന് വേണ്ടി അല്ലാഹു എന്ന ലഫ്ദിനെ വായ്പ വാങ്ങിയിട്ട് റബീഇന് വേണ്ടി അല്ലാഹു എന്ന ലഫ്ദിന്റെ സ്ഥാനത്ത് ആരുപയോഗിച്ചു? റബീഇനെ ഉപയോഗിച്ചു എന്നാ പറയുന്നത്. അപ്പൊ റബീ കൊണ്ടുള്ള മുറാദ് ഇവിടെ അല്ലാഹു ആണ്. അങ്ങനെ അമ്പത്തർ റബീഉൽ ബഖ്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആറായി റബീ മുളപ്പിച്ചു, അല്ലാഹു മുളപ്പിച്ചു എന്ന് തന്നെ അർത്ഥം. അപ്പൊ അമ്പത്തനെ റബീയിലേക്ക് ഇസ്നാദ് ചെയ്തത് മാഹുവലഹുലേക്കാണ്. ഇത് മജാസ് അഖ്ലിയല്ല. പിന്നെന്ത് ചെയ്തു? റബീഇനെ അല്ലാഹുവിനോട് തശ്ബീഹാക്കി. എന്നിട്ട് മുശബ്ബഹ് ബിഹിനെ പറഞ്ഞില്ല, മുശബ്ബഹിനെ പറഞ്ഞു, തശ്ബീഹാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ റബീഇന് വേണ്ടി അല്ലാഹു എന്ന ലഫ്ദിനെ വായ്പ വാങ്ങിയിട്ടുണ്ട് എന്നതിന് കരീനത്തെന്താണ്? ഇംബാത്തിനെ റബീയിലേക്ക് ചേർക്കൽ, സുബൂത്താക്കൽ. വജഇലി നിസ്ബത്തിൽ ഇംബാത്തി ഇലൈഹി, ഇംബാത്തിനെ റബീയിലേക്ക് ചേർക്കലിനെ ആക്കലുകൊണ്ടും കരീനത്തൻ, കരീനത്തൻ ലിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്തിനുള്ള കരീനത്താക്കുക. അപ്പോ ഇവിടെ റബീഇന് വേണ്ടി അല്ലാഹുവിനെ വായ്പ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് റബീ കൊണ്ട് അല്ലാഹുവിനെ ഉദ്ദേശിക്കുക. ഇതാണ് സക്കാത്തിന്റെ അടുക്കൽ ഇസ്തിആറത്ത് ബിൽ കിനായത്ത്. ഈ പറഞ്ഞത് ശാരിയോട് വിവരിച്ചല്ലോ. എന്ത്? ബിജഇലി റബീഇ ഇസ്തിആറത്തൻ ബിൽ കിനായത്തി അനിൽ ഫായിലിൽ ഹഖീഖി, റബീഇനെ ഹഖീഖിയ ഫായിലിനെ തൊട്ട് ഇസ്തിആറത്ത് ബിൽ കിനായത്താക്കുക എന്ന് പറഞ്ഞാൽ ഹഖീഖിയായ ഫായിലിനെ, ഫായിലിന്റെ ഹഖീഖിയ ഫായിലിന്റെ ലഫ്ദിനെ റബീഇനിക്ക് വായ്പ വാങ്ങുക. ആ വായ്പ വാങ്ങാനുള്ള കാരണം എന്താണ്? തശ്ബീഹിലുള്ള മുബാലഗത്ത് വാസിത്യാവലുകൊണ്ട്. റബീ അല്ലാഹുവിന്റെ ജിൻസിൽ പെട്ടതാണെന്നത് വാദിക്കാം. അതുകൊണ്ടാണ് വായ്പ വാങ്ങാൻ കാരണം. അപ്പോ അസദെന്ന ലഫ്ദിനെ, ഹൈവാൻ മുഫ്തരിഷിന്റെ ലഫ്ദായ അസദെന്ന ലഫ്ദിനെ സെയ്ദിന് വായ്പ വാങ്ങണമെങ്കിൽ സെയ്ദ് ഒരു അസദാവണം. സെയ്ദ് ഒരു അസദാണെന്ന് വാദിക്കണം. അങ്ങനെ വാദിക്കുന്നോടത്തെ വായ്പ വാങ്ങൽ അംഗീകരിക്കുകയുള്ളൂ, വായ്പ വാങ്ങാനും പാടുള്ളൂ ഈ ഇസ്തിആറത്ത് നടത്തുന്നിടത്ത്. വജഇലി നിസ്ബത്തിൽ ഇംബാത്തി ഇലൈഹി, ഇംബാത്തിനെ റബീയിലേക്ക് ചേർക്കലിനെ ആക്കലുകൊണ്ടും കരീനത്തൻ ലിൽ ഇസ്തിആറത്തി, ഇസ്തിആറത്ത് ബിൽ കിനായത്തിനുള്ള കരീനത്താക്കലുകൊണ്ടും. ഇസ്തിആറത്ത് നടന്നു എന്നതിനുള്ള കരീനത്ത് എന്താണ്? അമ്പത്ത റബീഉൽ ബഖ്ല എന്ന് പറഞ്ഞ അമ്പത്ത എന്നതിനെ പറഞ്ഞു.
കാരണം റബീ മുളപ്പിക്കൂല എന്നുറപ്പല്ലേ. ഈജാദിയായ ഇംബാത്ത് ആർക്കില്ല? റബീനിക്കില്ല. അപ്പൊ അവർ റബീന് വേണ്ടി അള്ളാഹുവിനെ വായ്പ വാങ്ങിയിട്ടുണ്ട്. അള്ളാഹു എന്ന ലഫ്ലിനെ, ആ ഇസ്മിനെ വായ്പ വാങ്ങിയിട്ടുണ്ട്. കരീനത്തെന്താണ്? അമ്പത്ത എന്ന ഇംബാത്തിനെ പറയലാണ്. ഇംബാത്ത് ആരിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ? ഹക്കീക്കത്തിൽ അത് അള്ളാഹുവിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. വഹാദ, ഞാൻ ഈ പറഞ്ഞതാണ് മഅന ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലിന്റെ മഅന. ദാഹിബൻ, ശക്കാക്കി തന്നെ പോയവരായ നിലയിൽ, ഇലാ അന്ന മാ മർറ മിനൽ അംസിലത്തി, ഒരുപാട് ഉദാഹരണങ്ങൾ മജാസ് അക്ലീന് കഴിഞ്ഞുപോയി. അമ്മത്തറബിയിൽ വക്കില മാത്രമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയി. ആ ഉദാഹരണങ്ങളാൽ കഴിഞ്ഞുപോയത് മുഴുവനും മാ മർറ മിനൽ അംസിലത്തി വനഹ്വിഹി, അല്ല മാ മർറ വനഹ്വഹു, ഇലാ അന്ന മാ മർറയാകുന്നത് വനഹ്വഹു, മാ മർറ പോലത്തതും, ഇസ്തിആറത്തും ബിൽ കിനായത്തി, ഇസ്തിആറത്തും ബിൽ കിനായത്ത് ആണ് എന്നതിലേക്ക് പോയവരായ നിലയിൽ, വഹുവ ഇസ്തിആറത്ത് ബിൽ കിനായത്ത് ഇന്ദ സക്കാക്കി, സക്കാക്കിയുടെ അടുക്കൽ ഇസ്തിആറത്ത് ബിൽ കിനായത്ത് അൻ തദ്കുറൽ മുശബ്ബഹ, മുശബ്ബഹിനെ നീ പറയലാണ്. അമ്പത്തർ റബീഉ, അതുപോലെ എന്താണ് മറ്റൊരുതാണ് സാധാരണ പറയുന്നതാണ് മഖാലിബുൽ മനിയ്യത്തി നസിബത്ത് ബിഫുലാൻ. മുശബ്ബഹിനെ നീ പറയലാണ്. തുരീദൽ മുശബ്ബഹ ബിഹി, മുശബ്ബഹ് ബിഹിനെ നീ ഉദ്ദേശിക്കലുമാണ്. മുശബ്ബഹിനെ പറഞ്ഞിട്ട് മുശബ്ബഹ് ബിഹിനെ ഉദ്ദേശിക്കുക, റബീഇനെ പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഉദ്ദേശിക്കുക. അപ്പൊ റബി കൊണ്ട് ഉദ്ദേശം അള്ളാഹു ആകുമ്പോൾ ആ ഇസ്നാദ് ഹക്കീക്കിയായ ഇസ്നാദാണെന്നാണ് സക്കാക്കിയുടെ വാദം. അങ്ങനെ ആ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു തെളിവ് വേണം. എന്താണ് ഇതിന്റെ തെളിവ്? ഇവിടെ ഒരു തശ്ബീഹ് നടന്നിട്ടുണ്ട്. ഇവിടെ മുശബ്ബഹ് കൊണ്ടുള്ള മുറാദ് മുശബ്ബഹ് ബിഹി ആണ് എന്നതിലെ തെളിവ് ബിവാസിത്തത്തി കരീനത്തിൻ, കരീനത്ത് വാസിത്തയാവലുകൊണ്ട്. ഓയ കരീനത്ത് പിന്നെ അന്തൻസിബ ഇലൈഹി, നീ ചേർക്കലാണ് ഇലൈഹി ആ മുശബ്ബഹിലേക്ക് ശൈഅൻ മിനൽ ലവാസിമിൽ മുസാവിയത്തിൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹ് ബിഹിനോട് സമമായ ലവാസിം, അതിന്റെ ലവാസിമിൽ ആസിമുകളിൽ നിന്നൊരു ശൈഇനെ ആ മുശബ്ബഹിലേക്ക് നീ ചേർക്കലാണ്. മിനൽ ലവാസിമിൽ മുസാവിയത്തിൽ മുശബ്ബഹി ബിഹി, മുശബ്ബഹ് ബിഹിയോട് സമമായ മുസാവിയത്തായ ലാസിമുകളിൽ നിന്ന് ഒരു ലാസിമിനെ ചേർക്കലാണ്. മുസാവിയ മുശബ്ബഹ് ബിഹിയോട് മുസാവിയത്തായത് എന്ന് പറഞ്ഞാൽ ഈ മുശബ്ബഹ് ബിഹിയിലേക്ക് ചേർത്തി നോക്കിയിട്ട് മുശബ്ബഹ് ബിഹിക്ക് മാത്രമുള്ളത് എന്നർത്ഥം. ഇവിടെ രണ്ട് കാര്യമാണല്ലോ ഉള്ളത്. ഒന്ന് മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും. മുശബ്ബഹ് ബിഹി ഈ രണ്ട് അംറിലേക്ക് ചേർത്തി നോക്കുമ്പോൾ മുശബ്ബഹ് ബിഹിക്ക് മാത്രമുള്ള ഒരു കാര്യത്തിന് മുശബ്ബഹിലേക്ക് ചേർക്കുക. അൽഫാറുൽ മനിയ്യത്തി നസിബത്ത് ബിഫുലാൻ, മരണത്തിന് ഹൈവാൻ മുഫ്തരിസിനോട് തശ്ബീഹാക്കിയിട്ട്, അതായത് അസദിനോട്, അസദിനിക്ക് മാത്രമുള്ളതാണ് മഹാലിബ്, മനിയ്യത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അവിടെ ഈ രണ്ട് കാര്യം മുശബ്ബഹ് ബിഹി, ഈ രണ്ട് അംറിൽ നിന്ന് മുശബ്ബഹ് ബിഹിക്ക് മാത്രമുള്ളൊരു കാര്യത്തിന് മുശബ്ബഹിലേക്ക് ചേർക്കുക. അതാണ് എന്ത്? ഈ കരീനത്ത്. അതാണ് ഇസ്തിആറത്ത് തഖീലിയത്ത് എന്ന് പറഞ്ഞതും അതാണ്. മിസ്ലു അൻ തുശബ്ബിഹൽ മനിയ്യത്ത, മനിയ്യത്തിനെ നീ തശ്ബീഹാക്കും പോലെ ബിസ്സബുഇ, ഒരു പിടിമൃഗത്തിനോട്. സുമ്മ തുഫിരിദഹ, പിന്നെ മനിയ്യത്തിന് നീ തനിപ്പിക്കലാണ് ബിദ്ദിക്രി പറയലുകൊണ്ട്. ഓ തുളീഫ ഇലൈഹ, എന്നിട്ട് ആ മനിയ്യത്തിലേക്ക് നീ ചേർക്കലുമാണ് ശൈഅൻ മിനൽ ലവാസിമി സബുഇ, പിടിമൃഗത്തിന്റെ ലാസിമുകളിൽ നിന്നുള്ള ശൈഇനെ. ഫതഖൂലു, എന്നിട്ട് നീ പറയലാണ് എന്ത്? ഫതഖൂല, നീ പറയലാണ് എന്ത്? മഖാലിബുൽ മനിയ്യത്തി നസിബത്ത് ബിഫുലാൻ,
മരണത്തിന്റെ നഖങ്ങൾ ഫുലാനിനോട് ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്നാണ് അവിടുത്തെ ഉദ്ദേശം. അത് ഇങ്ങനെ പറയും. ഇവിടെ മനിയത്തിനെ സബഇനോട് തശ്ബീഹാക്കി, എന്നിട്ട് സബഇന്റെ ലഫ്ളായ, അതായത് ഹൈവാൻ മുഫ്തരിസിനോട് തശ്ബീഹാക്കിയിട്ട് ഹൈവാൻ മുഫ്തരിസിന്റെ ഇസ്മായ സബഇനെ മനിയത്തിലേക്ക് വായ്പ വാങ്ങി, എന്നിട്ട് മുശബ്ബഹിനെ മാത്രം പറഞ്ഞു. ഉദ്ദേശം അവിടെ സബു ആണ്, അവിടെ സബു ആണ് ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അൽഫാറുൽ മനിയത്തി, സിംഹത്തിന്റെ നഖങ്ങൾ എന്നാണ് അർത്ഥം. അവിടെ ഇസ്തിയാത്തും ബിൽക്കിനായത്തും ഉണ്ട് എന്നതുപോലെ അത് 50 റബീഉൽ ബഖലയിലും ഇസ്തിയാറത്തും ബിൽക്കിനായത്താണ്. അപ്പോ അൽഫാറുൽ മനിയത്തി എന്ന് പറഞ്ഞോട്ടും ഇസ്തിയാറത്തും ബിൽക്കിനായത്ത് ഉണ്ട് എന്നത് ഇത്തിഫാക്കാണ്. 50 റബീഉൽ ബഖല എന്ന് പറഞ്ഞോടത്താണ് ഇവിടെ സക്കാക്കി മജാസ് അക്കിലീനെ ഇസ്തിആർത്തും ബിൽക്കിനായത്താക്കിയത്. ഇതേപോലെയുള്ള ഉദാഹരണങ്ങളിൽ ബിനാഅൻ എടുത്തതിനു വേണ്ടി അല അന്നൽ മുറാദ ബിർ റബീഇ, റബീ കൊണ്ടുള്ള മുറാദാകുന്നത് അൽ ഫായിലുൽ ഹഖീഖിയു, ഹഖീഖിയായ ഫായിലാണ്. ലിൽ ഇംബാത്തി, ഇംബാത്തിനുള്ള ഹഖീഖിയായ ഫായിലാണ്. അപ്പോൾ അവിടെ എന്താണ്? റബി കൊണ്ടുള്ള മുറാദ് ഹഖീഖിയായ ഫായിലാകുമ്പോൾ അമ്പത്തനെ റബിയിലേക്ക് ഇസ്നാദ് ചെയ്തതും ഹഖീഖത്തായി. അവിടെ മജാസ് നടക്കുന്നില്ല. പിന്നെ അവിടെ നടക്കുന്നത് ഇസ്തിആറത്താണെന്നാണ് സക്കാക്കിയുടെ വാദം. യഅനി അൽ ഖാദിർ അൽ മുഖ്താറ, ഹഖീഖിയ ഫായിലേതാ? 50 റബീഉൽ ബഖല എന്ന ഉദാഹരണത്തിൽ അത് ഖാദിർ മുഖ്താറായ അല്ലാഹുവാണ്. മുറാദ് അങ്ങനെയാകാനുള്ള കാരണം, റബി കൊണ്ടുള്ള മുറാദ് ഹഖീഖിയായ ഫായില ആവണമെങ്കിൽ അത് പറഞ്ഞാൽ പോരല്ലോ, അതിന് കരീനത്ത് വേണം. ബികരീനത്തി നിസ്ബത്തിൽ ഇംബാത്തി, ബികരീനത്തി നിസ്ബത്തിൽ ഇംബാത്തി, ഇംബാത്തിനെ ചേർക്കൽ എന്ന കരീനത്തുകൊണ്ട്. അല്ലതി, എങ്ങനത്തെ ഇംബാത്ത്? ഹുവ, ആ ഇംബാത്ത് മിനൽ ലവാസിമിൽ മുസാബിയത്തി ലിൽ ഫായിലിൽ ഹഖീഖി, ഹഖീഖിയായ ഫായിലിനോട് മുസാബിയത്തായ ലാസിമുകളിൽപ്പെട്ടതാണ് ഇംബാത്ത്. കേട്ടോ? അപ്പൊ ഇംബാത്ത് എന്നത് മൗത്തിലേക്കും അള്ളാഹുലേക്കും ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ ചേർക്കലാണ് ഇവിടെ കരീനത്ത്. എന്ത്? റബീഇന് വേണ്ടി അള്ളാഹു എന്ന ഇസ്മിനെ വായ്പ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് റബീ അള്ളാഹുവിന്റെ വാജിബുൽ വുജൂദിന്റെ ജിൻസിൽപ്പെട്ടതാണെന്ന് വാദിക്ക. ആ വാദിക്കലാണ് എന്ത്? തശ്ബീഹ്, ഇസ്തിആറത്ത് ആക്കുന്നതിന്റെ തെളിവ്. അപ്പൊ റബീഇനെ റബി കൊണ്ടുള്ള മുറാദ് ആരാണ്? ഹഖീഖിയ ഫായിലാണ്. റബീഇലേക്കും അള്ളാഹുവിലേക്കും ചേർത്ത് നോക്കുമ്പോൾ ഇംബാത്ത് എന്നുള്ളത് ആർക്കുള്ളതാണ്? ഹഖീഖിയ ഫായിൽ കൊണ്ട് ഖാസായ കാര്യമാണ്. ആ ഇംബാത്തിനെ റബിയിലേക്ക് ചേർക്കുമ്പോൾ റബി കൊണ്ടുള്ള മുറാദ് അള്ളാഹുവാണ്. ഇതാണ് സക്കാക്കിന്റെ വാദം. അപ്പൊ മുശബ്ബഹിനെ പറഞ്ഞു, മുശബ്ബഹിനെ പറയാതിരുന്നു. മുശബ്ബഹ് കൊണ്ട് മുശബ്ബഹ് ബിഹിനെ ഉദ്ദേശിക്കുകയും ചെയ്യുക. അതുള്ള കരീനത്തെന്താണ്? ഇവിടെ ഒരു ഇസ്തിആറത്ത്. ഇതാണ് സക്കാക്കിന്റെ അടുക്കൽ ഇസ്തിആറത്ത് ബിൽക്കിനായത്ത്. ഇസ്തിആറത്തും ബിൽക്കിനായത്ത് രണ്ടാം ഫന്നിൽ ഇൽമുൽ ബയാനിൽ സക്കാക്കിയുടെ മദ്ഹബും മുസന്നിഫിന്റെ മദ്ഹബും വളരെ വിശദമായ നിലയിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവിടെ വെച്ച് അതിന്റെ വിശദീകരണം ഉണ്ടാകും. കിതാബുകൾ മുഖ്തസറിൽ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇലൈഹി ഐല റബീ, റബീയിലേക്ക് ചേർക്കുക. ഹഖീഖിയ ഫായിലിനോട് മുസാവിയായ ലാസിമുകളിൽ നിന്നൊരു ലാസിമിനെ ഈ ഫായിലിലേക്ക്, ഈ മുശബ്ബഹിലേക്ക് ചേർക്കുക.
ഇലർ റബീ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു അമ്പത്തർ റബീൽ ബക്കല എന്ന ഉദാഹരണം മുന്നിൽ വെച്ച് സംസാരിച്ചത് കൊണ്ട് പറഞ്ഞതാ. വല ഹാദൽ കിയാസി വൈറുഹു, ഈ കിയാസിന്റെ മേലിലാണ് ഇതല്ലാത്തതും. ഐ വൈറു ഹാദൽ മിസാലി, ഈ മിസാൽ അല്ലാത്തത്. വഹാസിലുഹു, ഈ പറഞ്ഞതിന്റെ ഹാസില് ഐ യുശബ്ബഹൽ ഫായിലുൽ മജാസിയു, മജാസിയായ ഫായിലിനെ തശ്ബീഹാക്കപ്പെടലാണ് ബിൽ ഫായിലിൽ ഹക്കീക്കിയി, ഹക്കീക്കിയായ ഫായിലിനോട് തശ്ബീഹാക്കുക. തശ്ബീഹാക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നിനെ മറ്റൊന്നിനോട് തശ്ബീഹാക്കണമെങ്കിൽ ജാമിന് വേണം. ഫീ തഅല്ലുഖി വുജൂദിൽ ഫഇലി ബിഹി, ഓരോ ഫായിലിനോടും ഫീലിന്റെ വുജൂദിലുള്ള ഫീ തഅല്ലുഖി വുജൂദിൽ ഫഇലി ബിഹി, ഫീലിന്റെ വുജൂദ് ഓരോ ഫായിലിനോടും ബന്ധിക്കുന്നത്. ഫീ തഅല്ലുഖി വുജൂദിൽ ഫഇലി ബിഹി, ഫീലിന്റെ വുജൂദ് ഓരോ ഫായിലിനോടും, മജാസിയായ ഫായിലിനോടും ബന്ധിക്കുന്നുണ്ട്, ഹക്കീക്കിയായ ഫായിലിനോടും ബന്ധിക്കുന്നുണ്ട്. ഹക്കീക്കിയായ ഫായിലിനോട് ബന്ധിക്കുന്നത് അത് ഈജാദിയായ നിലക്കാണ്, മൂജിദ്. പിന്നെ മറ്റേ ഫായിലിനോട്, മുശബ്ബഹായ ഫായിലിനോട് ബന്ധിക്കുന്നതോ അത് സബബിയായ നിലക്കുമുള്ള ബന്ധമാണ്. റബീ സബബാണ്, അല്ലാഹു അതിന്റെ മൂജിദുമാണ്. അപ്പോൾ റബീഇനും ഫിഇലിനോടൊരു ബന്ധമുണ്ട്, ഇബാത്തിനോടൊരു ബന്ധമുണ്ട്. അല്ലാഹുവിനും ഇബാത്തിനോട് ഒരു ബന്ധമുണ്ട്, ഫിഇലിന്റെ വുജൂദിനോട് ബന്ധമുണ്ട്. അപ്പോൾ ഓരോ ഫായിലിനോടും ഫിഇലിന്റെ വുജൂദ് ബന്ധിക്കുന്നുണ്ട്. എന്നിട്ട് സുമ്മ യുഫ്റദൽ ഫായിലുൽ മജാസിയു വഹാസിലുഹു, ഈ പറഞ്ഞതിന്റെ ഹാസില യുശബ്ബഹൽ ഫായിലുൽ മജാസിയു, മജാസിയായ ഫായിലിനെ തശ്ബീഹാക്കപ്പെടലാണ് എന്തിനോട്? ബിൽ ഫായിലിൽ ഹക്കീക്കിയി, ഹക്കീക്കിയായ ഫായിലിനോട് തശ്ബീഹാക്കപ്പെടലാണ്. ഫീ തഅല്ലുഖി വുജൂദിൽ ഫിഇലി ബിഹി, മജാസിയായ ഫായിലിനോടും ഹക്കീക്കിയായ ഫായിലിനോടും ഫീലിന്റെ വുജൂദ് ബന്ധിക്കുന്ന വിഷയത്തിൽ. മജാസിയായ ഫായിൽ എന്ന് പറയുന്നത് സക്കാക്കിയുടെ ഭാഷയിൽ അത് മജാസിയായ ഫായിലല്ല. അല്ലാത്തവരുടെ അടുക്കൽ അതാണ് മജാസിയായ ഫായിലിനെ ഹക്കീക്കിയായ ഫായിൽ ആക്കുകയാണല്ലോ ഇവിടെ. സുമ്മ യുഫ്റദൽ ഫായിലുൽ മജാസിയു, എന്നിട്ട് മജാസിയായ ഫായിലിനെ തരിപ്പിക്കപ്പെടുക. സക്കാത്തിന്റെ ഒക്കെ മജാസിയായ ഫായിൽ അല്ലാന്നും പറഞ്ഞുകൂടാ, അത് വെറും വാദം മാത്രമാണ് മൂപ്പരുടേത്. എന്നല്ലാതെ റബി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണെന്ന് മൂപ്പര് യഥാർത്ഥത്തിൽ ഹക്കീക്കിയായ അള്ളാഹു ആണ് റബി എന്ന് സക്കാക്കിയും പറയുന്നില്ല, വെറും വാദം മാത്രം. വാദിക്കുമ്പോൾ പിന്നെ എന്തും വാദിക്കാമല്ലോ, അതുകൊണ്ട് ശിർക്ക് വരൂല. കാരണം റബിയും അള്ളാണെന്ന് പറയുമ്പോൾ മഴ ഖാദിർ മുഖ്താറാണെന്ന് പറഞ്ഞാൽ തൗഹീദിനെതിരാണുള്ളത്. അത് ഹക്കീക്കത്തിൽ പറയുമ്പോഴേ തൗഹീദിനെതിരാവുള്ളൂ. ഇത് വെറും തശ്ബീഹിലുള്ള മുബാലഗത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അതുകൊണ്ട് തൗഹീദിനെതിരല്ല, ശിർക്കുമല്ല. ഹക്കീക്കിയായ അള്ളാഹുവാണ് ഈ മഴ, അല്ലെങ്കിൽ മഴയാണ്, മഴ ഒരു ഹക്കീക്കിയായ ഖാദിർ മുഖ്താറാണ്, അല്ലെങ്കിൽ വസന്തകാലം സമാൻ ഹക്കീക്കി ഖാദിർ മുഖ്താറാന്ന് വിശ്വസിച്ചാൽ അത് കാഫറാകും, തൗഹീദിനെതിരുമാണ്. ഇത് വെറും വാദം മാത്രമാണ്. അപ്പോൾ മജാസിയായ ഫായിലെന്ന് സക്കാക്കിയുടെ ഭാഷയിലും മജാസിയായ ഫായിലെന്ന് പറയാം. മജാസിയായ ഫായിലിനെ തശ്ബീഹാക്കപ്പെടലാണ് ബിൽ ഫായിലിൽ ഹക്കീക്കി, ഹക്കീക്കിയായ ഫായിലിനോട്. ഫീ തഅല്ലുഖി വുജൂദിൽ ഫീലി ബിഹി, മജാസിയായ ഫായിലിനോടും ഹക്കീക്കിയായ ഫായിലിനോടും ഫീലിന്റെ വുജൂദിന്റെ ബന്ധത്തിൽ, ഫീലിന്റെ വുജൂദിന് രണ്ടിനോടും ബന്ധമുണ്ട്. സുമ്മ യുഫ്റദൽ ഫായിലുൽ മജാസിയു, പിന്നെ മജാസിയായ ഫായിലിനെ തനിപ്പിക്കപ്പെടലാണ്. ബിദിക്രി, പറയലുകൊണ്ട് തനിപ്പിക്കപ്പെടലാണ്. വയുൻസബ ഇലൈഹി, ആ മജാസിയായ ഫായിലിലേക്ക് ചേർക്കപ്പെടലുമാണ്. ശൈഉം മിൻ ലവാസിമിൽ ഫായിലിൽ ഹക്കീക്കി, ഹക്കീക്കിയായ ഫായിലിന്റെ ലവാസിമിൽ നിന്നൊരു ഷൈഇനെ ചേർക്കപ്പെടലുമാണ്. ഇതാണ്
മുസന്നിഫ് പറഞ്ഞതിന്റെ ഹാസിൽ. അപ്പൊ സക്കാക്കിന്റെ അടുക്കൽ എല്ലാ മജാസ് അഖിലിയും ഇസ്തിആറത്തും ബിൽകിനായത്താണ്. മജാസിയായ മജാസ് അഖിലിയിൽ പറഞ്ഞ ഫായില് മുഴുവനും മൂപ്പരടുക്കൽ എന്താണ്? അത് ഇസ്തിആറത്തും ബിൽകിനായത്താണ്. ആ ഫായിലിനെ ഹക്കീക്കിയായ ഫായിലിനോട് തശ്ബീഹാക്കി ഹക്കീക്കിയായ ഫായിലിന്റെ ഇസ്മിനെ ഈ മജാസിയായ ഫായിലിന് വേണ്ടി വായ്പ വാങ്ങിയിട്ട് മുസ്തആറ് ലഹൂനെ പറയുക. ആർക്ക് വേണ്ടിയാണോ വായ്പ വാങ്ങിയത് ആ മുസ്തആറ് ലഹൂനെ പറയുക. ആ മുസ്തആറ് ലഹു എന്നിട്ട് അതുകൊണ്ട് ഹക്കീക്കയായ മുസ്തആറ് മിന്നൂനെ ഉദ്ദേശിക്കുകയും ചെയ്യുക. അതായത് മുസ്തആറ് ലഹൂനെ പറഞ്ഞു, റബീ മുസ്തആറ് ലഹു ആണല്ലോ, എന്നിട്ട് മുസ്തആറ് മിന്നൂനെ ഉദ്ദേശിക്കുക എന്നർത്ഥം. എന്നിട്ട് ഇവിടെ മുസ്തആറ് മിന്നൂനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ റബി കൊണ്ടുള്ള മുറാദ് അത് മുസ്തആറ് ലഹുവാണ്, അള്ളാഹു ആണ് എന്നതിന് തെളിവെന്താ? അമ്പത്തിനെ ഇസ്നാദ് ചെയ്തത്. അത് ഇസ്തിആറത്ത് തഫീലിയത്തും. ഇതാണ് സക്കാക്കിയുടെ വാദം. വഫീഹി നദറുൻ, അതിലുണ്ട് ഐ ഫീമാ ദഹബ ഇലൈഹി സക്കാക്കിയു നദറുൻ, സക്കാക്കി പോയ മദ്ഹബിൽ നദറുണ്ട്. എന്താ നദറ്? ലി അന്നഹു, തന്റെ മദ്ഹബ്, യസ്തൽസിമു അൻ യകൂനൽ മുറാദു ബിൽ ഈശത്തി ഫീ ഖൗലിഹി തആല ഫീ ഈശത്തിൻ റാദിയത്തിൻ സാഹിബുഹാ. ലിഅന്നഹു, സക്കാക്കി തങ്ങളുടെ മദ്ഹബ്, സക്കാക്കി എന്നവരുടെ മദ്ഹബ്, അത് യസ്തൽസിമു ലാസിമാക്കും അൻ യകൂനൽ മുറാദു ബിൽ ഈശത്തി, ഈശത്ത് കൊണ്ടുള്ള മുറാദ് ആവൽ. എവിടെ? ഫീ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലിലുള്ള ഈശത്ത് കൊണ്ടുള്ള മുറാദാവൽ. ഫീ ഈശത്തിൻ റാദിയത്തിൻ, ഫഹുവ ഫീ ഈശത്തിൻ റാദിയത്തിൻ എന്നുണ്ട്. ആ ഈശത്തിൻ റാദിയത്തിൻ എന്നതിലുള്ള ഈശത്ത് കൊണ്ടുള്ള മുറാദ ആരാവണം? സാഹിബുഹ, ആ ഈശത്തിന്റെ സാഹിബാവണം. സാഹിബാവൽ ലാസിമാകും എന്നാ. കാരണം ഫീ ഈശത്തിൻ, അവൻ ജീവിതത്തിലാണ്. എങ്ങനത്തെ ജീവിതം? റാദിയത്തിൻ, ആ ജീവിതം തൃപ്തിപ്പെട്ടു. ഇവിടെ സക്കാക്കിന്റെ മദ്ഹബ് എന്താണ്? റാദിയ. റാദി എന്ന വസ്ഫിനെ ഇസ്നാദ് ചെയ്തത് ഈശത്തിലേക്കാണ്, അഥവാ ഈശത്തിലേക്കുള്ള ദമീറിലേക്കാണ്. ഇത് മജാസ്. അതപ്പോൾ ഫായിലിലേക്ക്, സാഹിബിലേക്ക് ഇസ്നാദ് ചെയ്യേണ്ട റാദിൻ എന്ന ഇസ്മിനെ ഈശത്തിലേക്ക്, മഫ്ഊലിലേക്ക് ഇസ്നാദ് ചെയ്തു. അത് മജാസ് അഖിലിയാണെന്നാണ് ജംഹൂറിന്റെയും വാദം. സക്കാക്കി പറയുന്നു ഇത് മജാസ് അഖിലി അല്ല, പിന്നെ ഇവിടെ ഇസ്തിആറത്ത് ബിൽകിനായത്താണെന്ന. അതെങ്ങനെ ഇസ്തിആറത്ത് ബിൽകിനായത്തായി? ഇവിടെ റാദിൻ എന്ന ഇസ്മിനെ, അതായത് റാദിയത്തിനെ ഇസ്നാദ് ചെയ്ത, റാദിയത്ത് എന്ന് ഈശത്തിലേക്ക് ഇസ്നാദ് ചെയ്തുകൊണ്ട് താഴെ വന്നതാണ്. അസ്ല് റാദിൻ ആണല്ലോ. അപ്പൊ റാദിയത്ത് എന്ന വസ്ഫിനെ ഇസ്നാദ് ചെയ്ത അതിന്റെ ഈശത്ത്, അതാണ് ഇവിടെ മജാസിയ ഫായില്. ആ ഈശത്തിനെ ആരോട് തശ്ബീഹാക്കുക? ഹക്കീക്കിയായ ഫായിലിനോട് തശ്ബീഹാക്കുക. ഹക്കീക്കിയായ ഫീലാരാ? ഈ ജീവിതം അനുഭവിക്കുന്ന ആള്, സാഹിബ്, ഈ ആള് തൃപ്തിപ്പെടുന്ന ആള്. അപ്പോ തൃപ്തിപ്പെടുന്ന വ്യക്തിയോട് ഈശത്തിനെ തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹി ഇവിടെ സാഹിബാണ്. ആ സാഹിബിനോട് ആരെ തശ്ബീഹാക്കി? ഈശത്തിനെ തശ്ബീഹാക്കി. എന്നിട്ട് ഈ ഈശത്തിന് വേണ്ടി സാഹിബിന്റെ ഇസ്മിനെ ഉപയോഗിച്ചു എന്നാ പറയുന്നത്. ഈശത്തിന് വേണ്ടി സാഹിബിന്റെ ലഫ്ദിനെ വായ്പ വാങ്ങി, ഉപയോഗിച്ചു എന്നല്ല, വായ്പ വാങ്ങി. വായ്പ വാങ്ങിയിട്ട് മുസ്തആറ് ലഹു ആയ ഈശത്തിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് റാദിയത്തിനെ ഇസ്നാദ് ചെയ്തു.
ഇവിടെ പറഞ്ഞ ഈശത്ത് അതിലേക്കുള്ള അത് മർജി ആണ്. ലമീർ റാവിൻ എന്നതിനെ ഇസ്നാദ് ചെയ്തത് ഈശത്തിലേക്ക് മടങ്ങുന്ന ലമീറിലേക്കാണ്. അഥവാ ഈശത്ത് തന്നെ മർജി ഈശത്താകുമ്പോൾ എന്താ, ഈശത്ത് തന്നെയായല്ലോ ഫായില് ഈശത്തായി. അപ്പോ ഈശത്തും സാഹിബും ഈശത്ത് കൊണ്ടുള്ള മുറാദ് സാഹിബാവണം. മുശബ്ബഹ് ബിഹി സാഹിബാണ്, ഈശത്ത് എന്താണ്, മുശബ്ബഹാണ്. ഈശത്തിന് വേണ്ടി സാഹിബിന്റെ ഇസ്മിനെ വായ്പ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടത് മുസ്തആർ ലഹൂനെ തന്നെ പറഞ്ഞു. ഇതാണല്ലോ ഇസ്തിആർത്ത് ബിൽക്കിനായത്ത് സക്കാക്കിന്റെ അടുക്കൽ. അപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ? ഇത് ഇസ്തിആർത്ത് ബിൽക്കിനായത്താവുമ്പോൾ ഇവിടെ ഈശത്ത് കൊണ്ടുള്ള മുറാദ് സാഹിബാവണം. റബി കൊണ്ടുള്ള മുറാദ് അല്ലാഹു ആവണം. കാരണം മജാസിയ ഫായിൽ കൊണ്ട് ആരെ ഉദ്ദേശിക്കേണ്ടത്? ഹക്കീക്കിയായ ഫായിലിന്. അപ്പൊ റാദിയത്തിന്റെ ഹക്കീക്കിയായ ഫായിൽ ആരാണ്? സാഹിബാണ്. മജാസിയായ ഫായിൽ ആരാണ്? ഈശത്താണ്. ഈശത്തുകൊണ്ട് സാഹിബിനെ ഉദ്ദേശിക്കണം എന്നാണല്ലോ സക്കാക്കിന്റെ വാദത്തിൽ നിന്ന് ലാസിമാകുക. കമാസ ഫിൽ കിതാബി, കിതാബിൽ അത് പിന്നീട് വരും. എന്താ മിൻ തഫ്സീർ കമാസയറ്റി സാഹിബാവണം. അപ്പോൾ എന്താവും? ഈശത്തുണ്ട് മുറാദ് കമാസയറ്റി ഫിൽ കിതാബി. പിന്നെന്താണ്? മിൻ തഫ്സീരിൽ ഇസ്തിആത്തി ബിൽ കിനായത്തി. അതെ, ഇസ്തിആത്ത് ബിൽ കിനായത്തിന്റെ തഫ്സീറിനാൽ കിതാബിൽ പിറകെ വരുന്നതിന് വേണ്ടി. കമാസയറ്റി ഫിൽ കിതാബി, അതെന്തിനാൽ? മിൻ തഫ്സീരിൽ ഇസ്തിആത്ത് ബിൽ കിനായത്തി അലാമാ ദഹബ ഇലൈഹി സക്കാക്കി പോയ മദ്ഹബ് പ്രകാരം പിന്നീട് വരുന്നുണ്ട്. സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം ഇസ്തിആത്ത് ബിൽ കിനായത്തിന്റെ തഫ്സീർ പിന്നീട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കമാസയറ്റി ഫിൽ കിതാബി, കിതാബിൽ ഇവിടെ ലിമാസയറ്റി താഴെ കിതാബിൽ പിന്നീട് വരുന്നതിന് വേണ്ടി. ആ വരുന്നത് എന്തിനാലാണ്? ഇസ്തിആർത്ത് മിൻ തഫ്സീരിൽ ഇസ്തിആർത്ത് ബിൽ കിനായത്തി, ഇസ്തിആർത്ത് ബിൽ കിനായത്തിന്റെ തഫ്സീറിനാൽ. അലാമാ ദഹബ ഇലൈഹി സക്കാക്കിയു, സക്കാക്കി പോയ മദ്ഹബ് അനുസരിച്ച് എന്തുണ്ട്? താഴെ വരുന്നതിന് വേണ്ടി. സക്കാക്കി പോയ മദ്ഹബ് മജാസിയ ഫായിലുണ്ട്, ഹക്കീക്കിയ ഫായിലിന് ഉദ്ദേശിക്കുക. അത് പിന്നീട് വരുന്നുണ്ട്. വഖദ് ദക്കർനാഹു, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. വഹുവ, ആ തഫ്സീർ, സക്കാക്കി പറഞ്ഞ തഫ്സീർ യക്തദി തേടും അയ്യക്കൂനൽ മുറാദു ബിൽ ഫായിലിൽ മജാസിയി, മജാസിയായ ഫായിൽ കൊണ്ടുള്ള മുറാദ് ആവൽ തേടും. ഹുവൽ ഫായിലൽ ഹക്കീക്കിയ, അത് ഹക്കീക്കിയ ഫായിൽ ആവലിനെ തേടും. സക്കാക്കിയുടെ തഫ്സീർ പ്രകാരം മജാസിയായ ഫായിൽ കൊണ്ടുള്ള മുറാദ് ആരാവണം? ഹക്കീക്കിയ ഫായിലാവണം. അതാണ് പറഞ്ഞത്. വഹുവ വഖദ് ദക്കർനാഹു, ആ തഫ്സീർ നമ്മൾ ഇവിടെ പറഞ്ഞു. സക്കാക്കിയുടെ തഫ്സീർ വഹുവ ഇൻദ സക്കാക്കി അൻ തദ്കുറൽ മുശബ്ബഹ വ തുരീദൽ മുശബ്ബഹ ബിഹി ബിവാസിതത്തി ഖലീലത്തിൻ വഹിയ തൻസിബ ഇലൈഹി ശൈഅൻ മിനൽ ലവാസിമിൽ മുസാബിയത്തി ലിൽ മുശബ്ബഹി ബിഹി മിസ്ലു അൻ തുശബ്ബിഹൽ മനിയത്ത ബിസ്സബുഇ സുമ്മ തുഫിദഹ ബിദ്ദിക്രി وتضيف إليها شيئا من اللوازم السبع فتقول مخالب المنية نسبت بفلان. ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ ആ തഫ്സീർ, സക്കാക്കിയുടെ തഫ്സീർ, ഇസ്തിആർത്തും ബിൽക്കിനായത്തിന് സക്കാക്കി കൊടുത്ത തഫ്സീർ യക്തദി തേടും അയ്യക്കൂനൽ മുറാദു ബിൽ ഫായിലിൽ മജാസിയി, മജാസിയായ ഫായിൽ കൊണ്ടുള്ള മുറാദാവലിനെ തേടും. ഹുവൽ ഫായിലുൽ ഹക്കീക്കിയ, ഹക്കീക്കിയ ഫായിലാവലിനത്തോടും. അപ്പൊ മജാസിയ ഫായിൽ കൊണ്ടുള്ള മുറാദ് ആരാണ്? ഹക്കീക്കിയായ ഫായിലാണ് എന്ന് വെക്കുമ്പോൾ എന്ത് ലാസിമായി? ഫയൽസുമു അയ്യക്കൂനൽ മുറാദു ബി ഈശത്തിൻ, ഈശത്ത് കൊണ്ടുള്ള മുറാദാവൽ ലാസിമാകും. സാഹിബഹ, ആ ഈശത്തിന്റെ സാഹിബാവൽ ലാസിമാകും. വ്യക്തമായ സംഗതിയാണത്. മജാസിയായ ഫായിൽ കൊണ്ടുള്ള മുറാദ് ഹക്കീക്കിയായ ഫായിലാകുമ്പോൾ ഈശത്ത് കൊണ്ടുള്ള മുറാദ് ആരാവണം?
ആ ഈശത്തിന്റെ സാഹിബാവണം. കാരണം സാഹിബാണല്ലോ തൃപ്തിപ്പെടുന്നത് ഈശത്തിലെ. എന്നിട്ട് ഈശത്തിലേക്ക് ഇസ്നാദ് ചെയ്യുമ്പോൾ ഈശത്ത് മജാസിയായ ഫായിലാണ്. ആ ഈശത്തുകൊണ്ടുള്ള മുറാദ് ആരാവണം? ഹക്കീക്കായ ഫായിലാവണം, സാഹിബാവണം. അപ്പോൾ എന്തായി? വല്ലാസിമു ബാത്തിലും. ഇവിടെ മുറാദ് ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബാവൽ ലാസിമാണ് എന്ന് പറഞ്ഞു. ആ ലാസിമ് വല്ലാസിമു, ഈ പറഞ്ഞ ലാസിമു ബാത്തിലാണ്. ഫൗവഫി ഈശത്തിൻ റാദിയ എന്നാൽ ഈശത്തുകൊണ്ടുള്ള മുറാദ് സക്കാക്കിന്റെ വാദപ്രകാരം എന്താവണം? സാഹിബാവണം. പക്ഷെ ഇവിടെ സാഹിബാവൽ ബാത്തിലാണ്. ഇതിലാ മഅനാലി കൗലിന, നമ്മുടെ കൗലിന് ഒരു മഅനയുമില്ല. ഹുവ അവനാകുന്നത് ഫി സാഹിബി ഈശത്തിൻ, ഈശത്ത് എന്ന സാഹിബിലാണ്. ഫി ഈശത്തി എന്ന് പറഞ്ഞാൽ ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബല്ലേ. ഫഹുവ ആ സാഹിബ് ഫി സാഹിബി ഈശത്തിൻ, ഈശത്തെന്ന സാഹിബിലാണ്. സാഹിബ് സാഹിബിലാണെന്ന് പറഞ്ഞ മാതിരിയായി. അത് ബാത്തിലാണ്. ഒരാള് ആ ആളിൽ തന്നെ ആവൂലല്ലോ. വഹാദ മബിനിയുൻ, ഈ നാസിമ് ബാത്തിലാണെന്ന് പറഞ്ഞത് എടുക്കപ്പെട്ടതാണ്. വഹാദ മബിനിയുൻ, ഈ പറഞ്ഞത് ഇവിടെ സാഹിബ് കൊണ്ടുള്ള ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബാവൽ ലാസിമാണ് എന്ന് പറഞ്ഞത്. ഈശത്തുകൊണ്ടുള്ള മുറാദ് ഈശത്തിന്റെ സാഹിബാവൽ ലാസിമാവും എന്ന് പറഞ്ഞത് മബിനിയും എടുക്കപ്പെട്ടതാണ്. അല അന്നൽ മുറാദബി ഈശത്തിൻ, ഈശത്തുകൊണ്ടുള്ള മുറാദും റാദിയത്തിൻ, റാദിയത്തിലെ ലമീർ കൊണ്ടുള്ള മുറാദും വാഹിദും ഒന്നാണ് എന്നതിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. ഇതെന്താകാം? ഈശത്തിന് അതിന്റെ സാധാരണ മായന വെക്കുകയും ഈശത്തിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് മറ്റൊരു മായനയും വെച്ച സാഹിബും വെച്ചാൽ ഈശത്തിൻ റാദിയത്തിൻ എന്നതിൽ എന്തുണ്ടാവൂല? ഒരു സക്കാക്കിന്റെ വാദപ്രകാരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഈ ഉദാഹരണത്തിൽ ഉണ്ടാവൂല എന്ന് മാത്രം. ഇവിടെ മജാസ് അക്കലീനെ ഇസ്തിയാർത്തും ബിൽഖിനായത്താക്കുമ്പോൾ ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബാവണം. പക്ഷേ ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബാവല് അത് ലാസിമായി വരും എന്ന് പറഞ്ഞത് ഈശത്തും സാഹിബും ഈശത്തുകൊണ്ടുള്ള മുറാദും റാദിയത്തിന്റെ ലമീർ കൊണ്ടുള്ള മുറാദും വാഹിദും ഒന്നാണെന്ന് വെക്കുമ്പോഴാണ്. അതേസമയത്ത് ഈശത്തുകൊണ്ടുള്ള മായന ഒന്നും ഈശത്തിലേക്ക് മടങ്ങുന്ന ലമീർ കൊണ്ടുള്ള മായന മറ്റൊന്ന് ഇസ്തിഖ്ദാമിന്റെ നിലക്ക് വെച്ചാൽ ഇവിടെ പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു തകരാറ് അതാണ് ഈ വിഷയത്തിൽ. പിന്നെ മറ്റൊന്ന് സക്കാക്കിന്റെ വാദപ്രകാരം വയസ്തൽസിമു അല്ലാ യസിഹൽ ഇലാഫത്തു, ഇലാഫത്ത് ചെയ്യൽ സഹിയാകാതിരിക്കൽ ലാസിമാകും. ഫി കുല്ലിമ, ഒന്ന് മുഴുവനിലും. ഫി കുല്ലിമ ഉദീഫ ഇലൈഹി, അല്ലെ? ഉദീഫൽ ഫായിലുൽ മജാസിയു, ഉദീഫൽ ഫായിലുൽ മജാസിയു, മജാസിയായ ഫായിലിനെ ഇദാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലൽ ഫായിലിൽ ഹക്കീക്കി, ഹക്കീക്കിയായ ഫായിലിലേക്ക് മജാസിയായ ഫായിലിനെ ഇദാഫത്ത് ചെയ്യപ്പെട്ട ഏതൊരു കലിമത്തുണ്ടോ ആ കലിമത്ത് മുഴുവനിലും ഇലാഫത്ത് പറ്റാതിരിക്കലിനെ ഇലാഫത്ത് സഹിയാകാതിരിക്കലിന്റെ ലാസിമാക്കും. നഹ്വു നഹാറുഹു സായിമുൻ, അവന്റെ പകല് സായിമാണ്, അവന്റെ പകല് സായിമാണ്. ഇവിടെ സായിമിനെ ഇസ്നാദ് ചെയ്തത് നഹാറിലേക്കാണെന്ന് തീർച്ചയാണ്. ഇവിടെ എന്ത് ചെയ്തു? മജാസ് അക്കലി ഇല്ലാന്നാണ് സായി സക്കാക്കി എന്നിവരുടെ വാദം. അപ്പൊ നഹാറിനെ എന്തിനോട് തശ്ബീഹാക്കി? ഈ നോമ്പ് നോൽക്കുന്ന ആളോട് തശ്ബീഹാക്കി. എന്നിട്ട് നഹാർ കൊണ്ടുള്ള മുറാദ് ആരാണ്? ഈ നോമ്പ് നോൽക്കുന്ന വ്യക്തി ഈ ശഖ്സാണ്. അപ്പൊ നഹാർ കൊണ്ടുള്ള മുറാദ് ശഖ്സാകുമ്പോൾ, ഈ നോമ്പ് നോൽക്കുന്ന ആളാകുമ്പോൾ നഹാറിനെ എന്നിട്ട് ആ ശഖ്സിലേക്ക് ഇലാഫത്ത് ചെയ്തല്ലോ. ഒരു ഷൈഇനെ അതിന്റെ ആ ഷൈഇലേക്ക് തന്നെ ഇലാഫത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു പ്രശ്നവും സക്കാക്കിയുടെ വാദപ്രകാരം ഉണ്ടാകുന്നുണ്ട്. കാരണം
അപ്പൊ അതാ പറഞ്ഞത് വസ്തൽസിമു സക്കാക്കിയുടെ ഈ വാദം ലാസിമാക്കും അല്ല യസിഹൽ ഇലാഫത്ത് സഹിയാകാതിരിക്കലിനെ ലാസിമാക്കും ഈ കുല്ലിമാ ഒന്ന് മുഴുവനിലും എങ്ങനത്തെ ഒന്ന് ഉലീഫൽ ഫായിലുൽ മജാസിയു മജാസിയായ ഫായിലിനെ ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇലൽ ഫായിലിൽ ഹക്കീക്കിയായ ഫായിലിലേക്ക് മജാസിയായ ഫായിലിനെ ഇലാഫത്ത് ചെയ്യപ്പെട്ട ഏതൊരു കലിമത്തുണ്ടോ ആ കലിമത്തിൽ മുഴുവനും ആ കലിമത്ത് മുഴുവനിലും ഇലാഫത്ത് പറ്റാതിരിക്കലിനെ ലാസിമാക്കും നഹാറുഹു സായിമുൻ അവന്റെ പകല് നോമ്പാണ് കാരണം ഇവിടെ സ്വായിമിനെ ഇസ്നാദ് ചെയ്തത് നഹാറിലേക്കാണ് ഇവിടെ നഹാറിനെ എന്തിനോട് തശ്ബീഹാക്കി എന്നാണ് സക്കാക്കി പറയുന്നത് നോമ്പ് നോൽക്കുന്ന ആളോട് തശ്ബീഹാക്കിയിട്ട് ആ സ്വായിമിന്റെ ഇസ്മിനെ നഹാറിന് വായ്പ വാങ്ങിയിട്ട് ആ മുശബ്ബഹ് ബിഹിനെ പറയാതെ മുശബ്ബഹായ നഹാറിനെ പറഞ്ഞു എന്നിട്ട് നഹാറ് എന്താണ് നഹാറിനെ പറഞ്ഞു ഈ നഹാറ് കൊണ്ട് ഉദ്ദേശം ഏതാക്കുക ഈ നോമ്പ് നോൽക്കുന്ന ആളാവുക എന്ന് വെക്കുമ്പോൾ പിന്നെ നഹാറുഹു എന്ന ഷഖ്സിലേക്ക് സാഹിബിലേക്ക് ഇദാഫത്ത് ചെയ്തു ആ ഒരു ഷൈഇന് നഹാർ കൊണ്ടുള്ള മുറാദ് സായിമ് ഹൂ കൊണ്ടുള്ള മുറാദ് സായിമ് നോമ്പ് നോൽക്കുന്ന ആള് അതപ്പോൾ ഒരു ഷൈഇനെ ഷൈഇലേക്ക് ഇദാഫത്ത് ചെയ്തു എന്ന കേസ് വരും ഇതും ബാത്തിലാണ് ലിബുത്ലാലി ഇദാഫത്ത് ഷൈഇ ഇലാ നഫ്സിഹി ഒരു ഷൈഇനെ നഫ്സിലേക്ക് ഇദാഫത്ത് ചെയ്യൽ ബാത്തിലായതിനു വേണ്ടി എങ്ങനത്തെ ഇദാഫത്ത് അല്ലാസിമത്തി മിൻ മദ്ഹബിഹി സക്കാക്കിയുടെ മദ്ഹബിനാൽ ലാസിമായ ഇദാഫത്ത് അല്ലാതെ ഇവിടെ ഇദാഫത്ത് ഒരു ഷൈഇനോ ഷൈഇലേക്ക് ഇദാഫത്തൊന്നും ഉണ്ടായിട്ടില്ല സക്കാക്കിന്റെ മദ്ഹബ് പ്രകാരം ലാസിമായി വരുന്ന ഇദാഫത്ത് കാനലി അന്നൽ മുറാദ ബിൻ നഹാരി ഹീനൈനി സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം നഹാറുള്ള മുറാദ് ഫുലാനു നഫ്സുഹു ഫുലാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇദ്ദിആൻ ഹഖീഖത്തിൽ ഫുലാനാണെന്ന് സക്കാക്കി പറയുന്നില്ലട്ടോ അത് സക്കാക്കിന്റെ മേൽ വെറുതെ പറയുകയാണ് സക്കാക്കി പറയുന്നത് വാദപ്രകാരം ഫുലാനാണ് ഹക്കീക്കിയായ ഫുലാനാണെന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ നോമ്പ് നോൽക്കുന്ന ആണാണ് ഇവിടെ നഹാർ എന്ന് സക്കാക്കി പറയുന്നില്ല പിന്നെ വാദത്തിൽ അതാരാണ് നോമ്പ് നോൽക്കുന്ന ആളാണ് വാദപ്രകാരം ഇദ്ദിആ നിലക്ക് വലാശക്ക എന്നിൽ തുടർന്ന് പറയുന്നു വലാശക്ക സംശയമില്ലല്ലോ ഫീ സിഹത്തി ആദിഹിൽ ഇദാഫത്തി ഈ ഇദാഫത്ത് സഹിയാണ് എന്ന വിഷയത്തിലും ഈ ഇദാഫത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന വിഷയത്തിലും സംശയമില്ല അങ്ങനെ ഉണ്ടായിരിക്കെ ഇതെന്താണ് സക്കാക്കിയുടെ മദ്ഹബ് ശരിയല്ല സക്കാക്കിയുടെ മദ്ഹബ് ശരിയാണെന്ന് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരു പാടില്ലാത്ത കാര്യം ഇവിടെ സംഭവിക്കും പാടില്ലാത്ത കാര്യം എന്താണ് ഷൈഇനെ ഷൈഇലേക്ക് ഇദാഫത്ത് ചെയ്താൽ സയ്യിദിന്റെ സയ്യിദു സയ്യിദി അമ്രു അംദിൻ എന്ന് പറയാൻ പാടില്ലാത്തതുപോലെ ശരി ഷൈഇനെ അതിന്റെ നഫ്സിലേക്ക് ഇദാഫത്ത് ചെയ്യാൻ പാടില്ല സക്കാക്കിയുടെ വാദപ്രകാരം എന്താണ് ഇവിടെ ഷൈഇനെ ഷൈഇലേക്ക് ഇദാഫത്ത് ചെയ്തു എന്ന ഒരു പാടില്ലാത്ത കാര്യം സംഭവിക്കും ഏത് വിഷയത്തിൽ ഈ മജാസി അക്ലിയിൽ മജാസിയായ ഫായിലിനെ ഹക്കീക്കിയായ ഫായിലേക്ക് ഇദാഫത്ത് ചെയ്തും കൊണ്ട് എത്രയോ കലിമത്തുകൾ വന്നിട്ടുണ്ട് കഖൗലിഹി തആല അല്ലാഹു തആലാന്റെ ഖൗല് പോലെ ഫമാ റബിഹത് തിജാറത്തുഹും അവരുടെ കച്ചവടം ലാഭിച്ചില്ല ഇവിടെ സക്കാക്കിന്റെ മദ്ഹബ് പ്രകാരം എന്താവും തിജാറത്ത് എന്ന് പറഞ്ഞ ഈ മജാസിയായ ഫായിലിനെ കച്ചവടം ചെയ്യുന്നവരോട് തശ്ബീഹാക്കിയിട്ട് അവർക്ക് വേണ്ടിയുള്ള അവർക്ക് ഉപയോഗിക്കുന്ന ഇസ്മിനെ ഈ തിജാറത്ത് എന്ന ലഫ്ദിനെ വായ്പ വാങ്ങിയിട്ട് അവരെ പറഞ്ഞില്ല മുസ്തആർ ലഹൂനെ തന്നെ പറഞ്ഞു അപ്പോൾ തിജാറത്ത് കൊണ്ടുള്ള മുറാദ് കച്ചവടം ചെയ്യുന്നവരാണ് സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം തിജാറത്ത് മുശബ്ബഹാണ് തിജാറത്തിനെ എന്തിനു തശ്ബീഹാക്കി കച്ചവടം ചെയ്യുന്നവരോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹീനെ പറയാതെ തിജാറത്ത് എന്ന മുശബ്ബഹിനെ പറഞ്ഞു എന്നിട്ട് ഇവിടെ ഇസ്തിആറത്ത് നടത്തിയിട്ടുണ്ട് എന്നതിന് തെളിവെന്താ റബിഹ എന്ന
ഫീലിനെ ഇസ്നാദ് ചെയ്താണ് അതിന് തെളിവ്. അത് ഇസ്തിഅർദഖീലിയത്ത്. അപ്പോൾ തിജാറത്ത് കൊണ്ടുള്ള മുറാദ് എന്ന് ശക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം ഈ കച്ചവടം ചെയ്യുന്നവരാവണം. അപ്പൊ തിജാറത്ത് എന്ന കച്ചവടം ചെയ്യുന്നവരെ കച്ചവടം ചെയ്യുന്നവരിലേക്ക് ഇലാഫത്ത് ചെയ്തു എന്ന് വരും. അത് വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് സക്കാക്കിയുടെ മദ്ഹബ് ശരിയല്ല. അപ്പൊ സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇവിടെ ലാസിമായി വന്നു. പിന്നെ വാദ ഔലാബി തംസീലി, ഈ ഫമാറബിഹത്തിജാറത്തും ഉദാഹരണം കാണിക്കലാണ്. ഇതാണ് തംസീലിന് ഏറ്റവും നല്ലത് നഹാറുഹു സായിമുൻ എന്നതിനേക്കാൾ. കാരണം ഖുർആനിൽ അത് വന്നിട്ടുണ്ടല്ലോ. നഹാറുഹു സായിമുൻ ആരോ ഉണ്ടാക്കിയ ഉദാഹരണമാണ്. ഫമാറബിഹത്തിജാറത്തുഹും ഖൈറുൽ കലാം കലാമുല്ലാഹി ഖുർആനിൽ വന്നതാണ്. അപ്പൊ ഖുർആനിൽ തന്നെ അങ്ങനെ വന്നപ്പോൾ സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം എന്താവും? അല്ലാഹു തആല ഒരു ഷൈഇലേക്ക് ഇദാഫത്ത് ചെയ്തു എന്ന് വരും. അപ്പോൾ ലാസിമ് ബാത്തിലാണ്. ഇത് ലാസിമായി വരും. ഈ ലാസിമുകളെല്ലാം ബാത്തിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ സക്കാക്കിയുടെ ഈ മജാസ് അഖിലീനെ പിടിച്ച് ഇസ്തിആർത്തും ബിൽക്കിനായത്ത് ആക്കിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ സംഭവിച്ചത്. ഒരു ഷൈഇലേക്ക് ഇദാഫത്ത് ചെയ്യണം. ഈശത്തുകൊണ്ടുള്ള മുറാദ് സാഹിബാവലും ഫഹുവ ഫി ഈശത്തിന്റെ മാന ഫഹുവ ഫി സാഹിബി ഈശത്തിൻ എന്നൊക്കെ വെക്കേണ്ടി വന്നത് ഈ പാടില്ലാത്ത സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത് സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരമാണ്. അപ്പോൾ തന്റെ മദ്ഹബ് ശരിയല്ല എന്നാണ് മുസന്നിഫ് പറയാൻ പോകുന്നത്. പിന്നെ വയസ്തൽസിമു അല്ലാ യകൂനൽ അംറു ബിൽ ബിനാഇ ഫീ ഖൗലിഹി തആല യാ ഹാമാനു ബിനി ലീ സർഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വയസ്തൽസിമു സക്കാക്കിയുടെ മദ്ഹബ് ലാസിമാക്കും അല്ലാ യകൂനൽ അംറു ബിൽ ബിനാഇ, നിർമ്മിക്കണം എന്നതുകൊണ്ടുള്ള അംറ് ആവാതിരിക്കൽ. എവിടെ? ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗലിൽ ബിനാഉ കൊണ്ടുള്ള അംറ്. യാ ഹാമാനു ബിനി ലീ സർഹാ, ഹാമാൻ മൂപ്പരെ നീ എനിക്ക് ഒരു കൊട്ടാരം നിർമ്മിക്ക് എന്ന് പറഞ്ഞു. ഇവിടെ മജാസ് അഖ്ലിയും ഉണ്ട് എന്നാണ്. അത് മുമ്പ് പറഞ്ഞാണ് ഇൻഷായിയായ കലാമിലും മജാസ് അഖ്ലിയും ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹാമാൻ കൊണ്ടുള്ള മുറാദ് എന്താണ്? അമലത്ത് തൊഴിലാളികളാണ്. കാരണം ഇബ്നിലി എനിക്ക് നീ നിർമ്മിക്ക് എന്ന് ഹാമാനിനോട് പറഞ്ഞാൽ ഹാമാൻ നിർമ്മിക്കാനല്ല, ഹാമാനോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഹാമാൻ കൊണ്ടുള്ള മുറാദ് ഹാമാന് കൊണ്ടുള്ള മുറാദ് ഇവിടെ അമലത്ത് തൊഴിലാളികളാകുമ്പോൾ തൊഴിലാളികളോട് ഹാമാനിനെ തശ്ബീഹാക്കി, എന്നിട്ട് ആ മുശബ്ബഹ് ബിഹീനെ പറയാതെ ഹാമാനിനെ പറഞ്ഞു. ഹാമാൻ കൊണ്ടുള്ള മുറാദ് സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം ആരാവണം? തൊഴിലാളികളാവണം. ഫിർഔൻ പറഞ്ഞത് ആരോടാണ്? ഹാമാനിനോടാണ് താനും. ഹാമാൻ കൊണ്ടുള്ള മുറാദ് തൊഴിലാളികളാകുമ്പോൾ ഇവിടെ യാ ഹാമാനു എന്ന് പറയുന്നത് എന്താർത്ഥമാവും? യാ അമലത്ത്, തൊഴിലാളികളെ എന്നാകും. അപ്പൊ അമ്ര് ഹാമാനിനോടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അമ്രുണ്ടായത് ആരോടാണ്? ഹാമാനിനോടാണ് താനും. ഹാമാനിനോടാണല്ലോ അമ്രുണ്ടായിട്ടുള്ളത്. അപ്പൊ ഹാമാൻ കൊണ്ടുള്ള മുറാദ് തൊഴിലാളികളാകേണ്ടി വരും. ഹാമാനിനോടുള്ള അമ്രാകും. പിന്നെ അല്ല യസ്തൽസിമു അല്ലാ യകൂനൽ അംറു ബിൽ ബിനായി, നിർമ്മാണം കൊണ്ടുള്ള കൽപ്പന ആവാതിരിക്കൽ ലാസിമാകും ലിഹാമാന. യാ ഹാമാനു ബിനി ലീ സർഹ എന്ന് പറഞ്ഞു ഹാമാനിനോട് അല്ലാതിരിക്കൽ ലാസിമാകും. കാനലി അന്നൽ മുറാദ ബിഹി, ഹാമാൻ കൊണ്ടുള്ള മുറാദ് ഹീനൈജ സമയത്ത് വൽ അമലത്തു, തൊഴിലാളികളാണല്ലോ. അംഫുസും, ആ തൊഴിലാളികൾ തന്നെ. വല്ലാസിമു ബാത്തിലും,
ഇവിടെ ലാസിമ ബാത്തിലാണ്. കാരണം ഹാമാൻ കൊണ്ടുള്ള മുറാദ് ഇവിടെ അമലത്താകാൻ പറ്റുകയില്ല. കാനലി അന്നൻ നിദാ അലഹു, നിദാ വിളി ആരോടാണ്? ഹാമാനിനോടാണ്. വൽ ഖിത്താബു മഅഹു, ഖിത്താബ് ആരോടുകൂടെയാണ്? ഹാമാനിനോട് കൂടെയാണ്. അപ്പോൾ സക്കാക്കിയുടെ ആ മദ്ഹബും എന്തായി? ബാത്തിലായി. അല്ല, സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം ഇവിടെ ഇത് ലാസിമായി വരും, ഇതിന് ശരിയല്ല, ലാസിമെല്ലാം ബാത്തിലാണെന്ന് പറയാൻ പോകുന്നുണ്ട്. പിന്നെ വയസ്തൽസിമു അയ്യത്തവക്കഫ നെഹ്വു അമ്പത്തർ റബീഉൽ ബഖ്ല, അമ്പത്തർ റബീഉൽ ബഖ്ല പോലത്തത് തവക്കുഫാവൽ ലാസിമാകും. വശഫത്ത്, കാരണം എന്താ? റബി കൊണ്ടുള്ള മുറാദ് അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിനെ റബി എന്ന് പറഞ്ഞു സക്കാക്കിന്റെ മദ്ഹബ് പ്രകാരം. പിന്നെ വശഫത്ത് തബീബുൽ മരീദ, തബീബ് രോഗിയെ ശിഫയാക്കി. അവിടെ തബീബ് കൊണ്ടുള്ള മുറാദ് ആരാവണം? അള്ളാഹു ആണ്. യഥാർത്ഥത്തിൽ ഷാഫി അള്ളാഹു ആണ്. തബീബ് അതിന്റെ ഒരു സബബാണ്. അതുകൊണ്ടാണ് തബീബിലേക്ക് ഇസ്നാദ് ചെയ്തത്. സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം തബീബിനെ ആരോട് തശ്ബീഹാക്കി? അള്ളാഹുവിനോട് തശ്ബീഹാക്കി. അപ്പോ അള്ളാഹു, എന്നിട്ട് തബീബ് കൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിക്കുക. അപ്പൊ അള്ളാഹുവിന് തബീബ് എന്ന് ലഫ്ദ് പറഞ്ഞല്ലോ. ഈ ശഫത്ത് തബീബുൽ മരീദ പോലത്തൊന്നും തവക്കുഫാവൽ ലാസിമാകും. വസറത്തിനി റുഇയത്തുക എന്നതും അത് ശൈഖ് അബ്ദുൽ ഖാദിറിന്റെ മദ്ഹബ് പ്രകാരമല്ല. സറത്തിനി റുഇയത്തുക, നിന്നെ കാണൽ എന്നെ സന്തോഷിപ്പിച്ചു. അവിടെ യഥാർത്ഥ ഫായില് ഹഖീഖ ഫൈല് അള്ളാഹു ആണെന്നാണ് മുസന്നിഫിന്റെ വാദം. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളടുക്കൽ അങ്ങനെ ഒരു ഫീല് തന്നെ ഇല്ല. ഒരു സന്തോഷിപ്പിക്കൽ അവിടെ നടന്നിട്ടില്ല. പക്ഷെ സന്തോഷേ ഉണ്ടായിട്ടുള്ളൂ. കണ്ട സമയത്ത് എനിക്ക് സന്തോഷം ഉണ്ടായി, ഞാൻ സന്തോഷിച്ചു അവിടെ യഥാർത്ഥത്തിലുള്ളത്. മുസന്നിഫിന്റെ ദഅവപ്രകാരം സർവത്തിനെ ഹഖീഖിയായ ഫായില് അള്ളാഹു ആണ്. അത് അങ്ങനെ ഇരിക്കെ റുഇയത്ത് എന്ന ഈ മജാസിയായ ഫായിലിനെ സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം അതിന്റെ മുറാദ് ആരാവേണ്ടി വരും? അള്ളാഹു ആവേണ്ടി വരും. അപ്പൊ അള്ളാഹുവിന് റുഇയത്ത് എന്ന ലഫ്ദിനെ പറഞ്ഞു, തബീബ് എന്ന ലഫ്ദിനെ പറഞ്ഞു, റബി എന്ന ലഫ്ദിനെ പറഞ്ഞു. ഇത് പോലത്തത് എന്താ? മിമ്മ ഒന്നിനാൽ യകൂനുൽ ഫായിലുൽ ഹഖീഖിയു, ഹഖീഖിയായ ഫായിലാകും ഹുവല്ലാഹ തആല, അല്ലാഹു തആലയാകും അങ്ങനത്തെ ഒന്നിനാൽ. അപ്പോൾ ഹഖീഖിയായ ഫായില് അല്ലാഹു ആകുന്ന കലാമുകളിൽ ഈ അമ്പത്തർ റബീഉൽ ബഖ്ല പോലത്തത് അതൊക്കെ സംഇന്റെ മേൽ തവക്കുഫാവൽ ലാസിമായി വരും. അള്ളാഹുവിനെ പറ്റി റബി എന്ന് പറഞ്ഞല്ലോ. എത്രത്തിൽ ഇങ്ങനെ ഉപയോഗം ഒരുപാടുണ്ട്. അല്ലാഹു തആല തന്നെ ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് മജാസ് അക്കലി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ തുകദ്ദിബുൽ അഖ്സാബി ലഫ്ദിൻ ബൂജസി, തുകദ്ദിബു അൽഫി അടുപ്പിക്കും. അൽഫി അല്ലല്ലോ അടുപ്പിക്കുന്ന അല്ലാഹു തആലയാണ്. അവിടെയെല്ലാം ഈ സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം അൽഫിയത്ത് എന്ന കിതാബിനെ അള്ളാഹുവിനോട് തശ്ബീഹാക്കിയിട്ട് അൽഫിയത്ത് അൽഫി മുശബ്ബഹിനെ പറഞ്ഞു. അവിടെ എല്ലാം ഇത് ബാധകമാണ്. ഹഖീഖ ഫായില് അള്ളാഹു ആകുന്നോടത്ത്. അപ്പോ തുകല്ലിബുൽ അഖ്സ എന്ന് പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ ഇസ്മിന് അള്ളാഹുവിന് ഏത് പേര് പറഞ്ഞു? അൽഫിയ എന്ന പേര് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല അൽഫിയത്താണ്, അള്ളാഹു തആല റബീ ആണ് എന്നൊക്കെയാണ് സക്കാക്കിന്റെ മദ്ഹബ് പ്രകാരം വന്നുകൂടുക. അതൊക്കെ സംഇന്റെ മേൽ തവക്കുഫാകും. പിന്നെ ഷാരിയിൽ നിന്ന് കേൾക്കലിന് മേൽ തവക്കുഫാകും. അങ്ങനെ കേട്ടെങ്കിലേ ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് വരും. പക്ഷേ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് സക്കാക്കിന്റെ മദ്ഹബ് ശരിയല്ല. കാരണം ഷാരിയിൽ നിന്ന് കേൾക്കിന്റെ മേൽ തവക്കുഫാവൂ എന്ന് പറഞ്ഞതിൽ അന്ന അസ്മാ അല്ലാഹി തആല തൗഖീഫിയ്യത്തുൻ, അല്ലാഹു തആലാന്റെ അസ്മാഉകളാം തൗഖീഫിയ്യത്താണ്, അത് തൗഖീഫിയാണ്. അത് ഷാരിയിൽ നിന്ന് കേട്ടത് മാത്രമേ അല്ലാഹുവിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്രത്തിൽ ഇങ്ങനെ ഉപയോഗം ധാരാളം ഉണ്ടതാണോ? സാമിയിൽ നിന്ന് കേൾക്കട്ടെ. കാരണം ലാസിമു ബാത്തിലും, ലാസിമു ബാത്തിലാണ്. സംഇന്റെ മേൽ തവക്കുഫാവൽ ബാത്തിലാണ്. സംഇന്റെ മേൽ തവക്കുഫാവൽ ഇതെല്ലാം സംഇന്റെ മേൽ തവക്കുഫായിട്ടില്ല. കാരണം
ഈ തർക്കീബ് പോലത്തത് സഹീഹുൻ സഹീഹാണ്, ഷാഇഉൻ ദാഇഉൻ അത് പരന്നതും വ്യാപകമായതുമാണ്. ഇന്ദൽ ഖായിലീന ബിഅന്ന അസ്മാ അല്ലാഹി തആല തൗഖീഫിയ്യത്തുൻ അല്ലാഹു തആലാന്റെ അസ്മാ തൗഖീഫിയാണെന്ന് പറയുന്നവരുടെ അടുക്കലും വഗൈരിയും അല്ലാത്തവരുടെ അടുക്കലും ഇത് വ്യാപകമായ കലാമാണ്. സുമിഅ മിന ശാരിഇ ശാരിയിൽ നിന്ന് കേൾക്കട്ടെ, ഔലം യുസ്മഇ അലി കേൾക്കാതിരിക്കട്ടെ. അപ്പൊ അമ്മത്ത റബീഉൽ മഖ്ല അതുപോലെ തന്നെ ശഫത്ത് ജീവുൽ മരീന പോലത്തത് എല്ലാവരും ഉപയോഗിക്കുന്ന കലിമത്തുകളാണ്. ഇതിൽ യാതൊരു തർക്കവും ഇല്ല. സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം അല്ലാഹുവിന് റബീ എന്ന് പറഞ്ഞു, അല്ലാഹുവിന് തബീബ് എന്ന് പറഞ്ഞു, അല്ലാഹുവിന് റുയത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ മജാസി അഖ്ലിയില് ഹഖീഖിയായ ഫായില് അല്ലാഹു ആകുന്നോടത്തൊക്കെ അങ്ങനെ പറയണമെങ്കിൽ അത് സംഇൽ ഷാരിയിൽ നിന്ന് കേൾക്കലിന് മേൽ തവഖുഫാവേണ്ടി വരും. അതേ സമയത്ത് ഇങ്ങനെയുള്ള ഇസ്തിമാലുകൾ ഒരുപാട് ഉണ്ട്. സാമിയിൽ നിന്ന് കേൾക്കാതെ തന്നെ ഉണ്ടാകുമ്പോൾ സക്കാക്കിയുടെ മദ്ഹബ് ശരിയല്ല എന്ന് മനസ്സിലാകുന്നു. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.